കാറ്റത്ത് കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. രാത്രി വൈകി ടെൻഷനോടെ വീട്ടിലെത്തുന്ന സുധീഷ് തളത്തിലിരുന്ന് സന്തോഷത്തോടെ ഫുഡ് കഴിക്കുന്ന നിധിയെയും കൂട്ടരെയും കണ്ട് അവിടെ നിന്നിറങ്ങി കിണറ്റിൻകരയിൽ ചെന്നിരിക്കെ മുറ്റത്തെ പൈപ്പിൽ നിന്ന് മുഖം കഴുകുകയായിരുന്ന അച്ഛനും അവനെ കാണുന്നുണ്ട്. അയാൾ അവന്റെ അരികിലേക്ക് നടന്നു ചെന്ന്, സാർ എന്താ പതിവില്ലാതെ ഇവിടെ ഇരിക്കുന്നേ, വീട്ടിനകത്തേക്ക് കയറിയില്ലേ എന്ന് ചോദിക്കേ. എന്താ ഇപ്പൊ വേണ്ടേ എന്ന് ദേഷ്യത്തോടെ സുധീഷൻ ചോദിക്കുക. ഓ ചൂടാവല്ലേ എന്ന് പറഞ്ഞ് അവന്റെ അരികിലേക്ക് ഇരുന്ന്, ഇവിടെ നടക്കുന്നതൊക്കെ ഞാനും നോക്കിക്കൊണ്ട് തന്നെ ഇരിക്കുന്നത് എന്നച്ഛൻ പറയേ. എന്ത് എന്ന് സുധീഷും. ഈ വീട്ടിൽ നിനക്ക് ശരിക്കും ഒരു വില കിട്ടുന്നില്ലല്ലേ. ആ കുട്ടിക്ക് വണ്ടി പഠിപ്പിച്ചു കൊടുക്കാൻ നീ ചെന്നപ്പോ അവൾ അത് വിലക്കി. പക്ഷെ അത് കണ്ടിട്ട് ഇവിടെ ആർക്കും ഒരു പ്രശ്നവും തോന്നിയില്ല. അവർക്കാർക്കും നീ അവളുടെ കൂടെ ജീവിക്കണമെന്നില്ല, നിനക്ക് തോന്നുന്നില്ലേ എന്നച്ഛൻ ചോദിക്കാതെ. നിങ്ങളായിട്ട് വെറുതെ കഥയൊന്നും ഉണ്ടാക്കാൻ നിൽക്കല്ലേ എന്ന് സുധീഷും. കഥയല്ലടാ, കഥാപ്രസംഗം. നടക്കണത് നേരിട്ട് കണ്ടാൽ അറിയില്ലേ. നിന്റെ ചേട്ടൻ നീ വരാതെ ഭക്ഷണം കഴിക്കുമായിരുന്നു. പക്ഷെ ഇപ്പോഴോ നീ വന്നാൽ എന്ത് വന്നില്ലെന്നെങ്കിൽ എന്ന മട്ടിൽ സുഖമായിട്ട് ചിരിച്ചോണ്ടിരുന്ന് ഭക്ഷണം കഴിക്കുക. വന്ന് വന്ന് എന്റെയും നിന്റെയും അവസ്ഥ ഒരുപോലെ ആയെന്ന് പറയാല്ലേ. എനിക്ക് വലിയ വിലയൊന്നും ഇവിടാരും തരാറില്ലല്ലോ. പോരാത്തതിന് നിന്റെ ജോലിയും പോയി. എടാ, നിന്റെ ഭാര്യയ്ക്ക് നിന്നോടുള്ള ആറ്റിറ്റ്യൂഡ് കണക്കാ. അതിന് നിന്റെ ഭാര്യയാണെന്ന് ചോദിച്ചാ നിനക്ക് തന്നെ വല്ല ഉറപ്പുമുണ്ടോ? അങ്ങനെയാണല്ലോ നിന്റെ ജീവിതം. നിന്റെ അവസ്ഥ കാണുമ്പോ എനിക്ക് ശരിക്കും പാവം തോന്നുന്നുണ്ട് സുധീഷേ എന്നൊക്കെ അച്ഛന്റെ ഉപദേശം സഹിക്കാനാവാതെ ദേഷ്യത്തോടെ സുധീഷും പറയുന്നുണ്ട്. പുറത്ത് സമാധാനം കിട്ടാത്തോണ്ടാ ഇവിടേക്ക് വന്നത്. ഇപ്പൊ അതിലും വലിയ വള്ളിയാണല്ലോ ഇവിടെയെന്ന്. പേടിക്കണ്ടടാ, നീ അച്ഛനെ കണ്ടുപഠിക്കേ. വീടിന്റെ ഒരു സൈഡിൽ ഞാൻ കട്ടിലിട്ട് കിടക്കുന്നത് പോലെ മറ്റേ സൈഡിൽ നീയും ഒരു കട്ടിലിട്ടോ. അകത്തേക്ക് നിന്നെ എന്തായാലും ആ കുട്ടി കയറ്റാത്ത സ്ഥിതിക്ക് കുറെ കൂടി വിശാലമായ പ്രകൃതിയിലേക്ക് ഇറങ്ങി വരുന്നതല്ലേടാ നല്ലത് എന്നച്ഛൻ പറയെ. ദേഷ്യത്തോടെ അവിടുന്ന് ചാടി എഴുന്നേറ്റുകൊണ്ട്, ഒന്ന് നിർത്തുന്നുണ്ടോ നിങ്ങള് എന്ന് സുധീഷൻ ചോദിക്കുക. നിർത്തി. വല്ലപ്പോഴുമൊക്കെ മക്കളെ ഇങ്ങനെ അപമാനിക്കുന്നത് ഒരു രസല്ലേടാ, അതുകൊണ്ട് ചെയ്തതാ, നിർത്തി എന്നച്ഛൻ പറയേ. അവൻ ദേഷ്യത്തോടെ തൊട്ടിയെടുത്ത് കിണറ്റിലേക്ക് എറിഞ്ഞ് അവിടുന്ന് പോവുകയാ. അച്ഛനും അവനെ പരിഹസിച്ച് പൊട്ടിച്ചിരിക്കുന്നുണ്ട്. വീണ്ടും ഉമ്മറത്തേക്ക് കയറാനെത്തുന്ന സുധീഷ് അകത്തെ സന്തോഷകരമായ കാഴ്ച കണ്ട് ടെൻഷനോടെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയാ. എടാ സുധീഷേ, നീ ഇതെവിടെ പോവുക? ഈ രാത്രി ഇവൻ ഇതെവിടെ പോകുന്നു എന്ന് പറഞ്ഞു നിൽപ്പാ അച്ഛനും. പിന്നീട് വീട്ടിൽ നിന്നിറങ്ങിയ സുധീഷ് ഒരു ബാറിലിരുന്ന് തോമസ് ചേട്ടന്റെ കൂടെ മദ്യപിക്കുകയാ. അവന്റെ നിർത്താതെയുള്ള കുടി കണ്ട് പതുക്കെ കുടി, ചങ്ക് കലങ്ങി പോവും എന്ന് തോമസ് ചേട്ടൻ പറയേ. പോട്ടെ തോമസ് ചേട്ടാ, അല്ലെങ്കിലും ആരന്വേഷിക്കാനാ. ഞാനിപ്പോ ഇവിടെ കുടിച്ചു കുഴഞ്ഞു വീണാൽ പോലും ആരും ചോദിക്കാൻ പോകുന്നില്ല എന്ന് സുധീഷ് പറയേ. അതെന്ത് വർത്താനടാ സുധീഷേ, ഞാൻ നിന്നെ ഇവിടെ ഇട്ട് പോകുമെന്ന് കരുതിയോ? നീ ട്രാവൽസിൽ വന്ന് തൂങ്ങിപ്പിടിച്ചിരുന്നപ്പോ എനിക്ക് പാവം തോന്നി, അതുകൊണ്ടാ നിന്നെ ഞാൻ ഇങ്ങോട്ട് കൂട്ടിയത്. കൊണ്ടുവന്നവനെ കൂട്ടിക്കൊണ്ട് പോവാനും അറിയില്ലേടാ. നിന്നെ ഇവിടെ ഇട്ടിട്ട് ഞാൻ പോവോ? ഇപ്പൊ എന്താ ഉണ്ടായെന്ന് പറ. ആ SP ദേഷ്യം തീർക്കാൻ നിന്റെ ലൈസൻസ് ഒരു മാസം സസ്പെൻഡ് ചെയ്തു. ഒരു മാസം കഴിഞ്ഞാൽ കിട്ടൂലേ. ഒരു മാസത്തേക്ക് നീ ടൂർ പോയെന്ന് വിചാരിച്ചാ മതി. അത് കഴിഞ്ഞ് വണ്ടി ഓടിച്ച് 4 കാശുണ്ടാക്കാൻ നോക്ക്. എന്നിട്ട് നിന്നെ വിശ്വസിച്ച് ഇറങ്ങി വന്ന അവളുമായിട്ട് അടിച്ചു പൊളിച്ച് ജീവിക്കടാ എന്ന് തോമസ് ചേട്ടൻ പറയേ. അടിച്ചു പൊളിച്ച് ജീവിക്കാനോ? ഞാനോ? അവൾക്ക് അതിന് എന്നോട് ഒരു മതിപ്പുണ്ടെങ്കിലല്ലേ തോമസ് ചേട്ടാ. അവൾക്ക് മാത്രമല്ല, തോമസ് ചേട്ടനും എന്നോടൊരു മതിപ്പുമില്ല എന്നവൻ പറയേ. അങ്ങനെ പറയില്ലടാ സുധീഷ് എന്ന് തോമസ് ചേട്ടനും. ഞാൻ പറയും. ജീവിതത്തിൽ ആർക്കും എന്നെ ഒരു വിലയുമില്ല, എന്റെ ഭാര്യയ്ക്ക് പോലും. എന്നാ വീട്ടിലുള്ള എല്ലാവരോടും ഭയങ്കര സ്നേഹവും അടുപ്പവുമാ. സുഭാഷ് ചേട്ടൻ അവൾക്ക് മൂത്ത ചേട്ടൻ, ചേട്ടൻ അവൾ കുഞ്ഞനിയത്തി. തിരിച്ചവൾക്കും ചേട്ടൻ എന്ന് വെച്ചാ ഭയങ്കര ജീവനാ. അവര് തമ്മിലുള്ള ഇഷ്ടവും അടുപ്പവും ഒക്കെ ഒന്ന് കാണണം എന്റെ തോമസ് ചേട്ടാ. അയ്യോ, തലയിലാ കൊണ്ടു നടക്കുന്നത്, തലയില്. ഇനി താഴെയുള്ളവൻ നികേഷ്, അവൻ അവളുടെ കുഞ്ഞനിയൻ. അവൻ കാണുന്നതോ അവന്റെ അമ്മയുടെ സ്ഥാനത്ത്. താരാട്ട് പാടി ഉറക്കാത്തതിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. എന്തിനേറെ പറയുന്നു, എന്റെ താഴെയുള്ള അനിയനില്ലേ മെക്കാനിക് ഹരീഷ്, ആ കിഴങ്ങനോട് പോലും അവൾക്ക് വലിയ കാര്യ തോമസ് ഏട്ടാ. പക്ഷെ എന്നോട് മാത്രം അങ്ങനെയല്ല. എന്തെങ്കിലും സംസാരിച്ചു തുടങ്ങിയ അപ്പോ എന്തെങ്കിലും ഒടുക്ക് വർത്താനം പറയും. ആളുകളുടെ മുന്നിൽ വെച്ച് എപ്പോഴും കുത്തുവാക്ക് പറയും. എന്തിന്? അത് മാത്രമല്ല എന്ന് പറഞ്ഞു നിർത്തി. അല്ലെങ്കിൽ വേണ്ട, ഞാനതൊക്കെ എന്തിനാ വെറുതെ പറയുന്നേന്ന് സുധീഷ് പറയേ. അതെന്താടാ കാര്യം? നിന്നെ പ്രേമിച്ചല്ലേ അവൾ ഒളിച്ചോടി വന്നത്. പോലീസ് സ്റ്റേഷനിൽ വെച്ച് നീയല്ലേ അവളുടെ കഴുത്തിൽ താലി കെട്ടിയത് എന്ന് തോമസ് ചേട്ടനും ചോദിക്കുക. അതൊക്കെ ശരി തന്നെയാ തോമസ് ചേട്ടാ, പക്ഷെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു നിർത്തി. അല്ലെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞവൻ നിർത്തേ. അതെന്താ ഒരു പക്ഷേ? നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം എന്ന് തോമസ് ചേട്ടനും ചോദിക്കുന്നുണ്ട്. പ്രശ്നം എന്താന്ന് വെച്ചാ അതിപ്പോ പറയുന്നത് എങ്ങനെയാ എന്ന് സുധീഷ് പറയേ. പറയട മോനെ, തോമസ് ഏട്ടനല്ലേ എന്ന് തോമസ് ഏട്ടൻ പറയേ. ഒരു പരുങ്ങലോടെ അവൻ പറഞ്ഞു തുടങ്ങുന്നുണ്ട്. അത് തോമസ് ഏട്ടാ, ചേട്ടനെയും അനിയനെയും കാണുന്ന പോലെയാണോ?
അവൾ എന്നെയും കാണുന്നെന്ന് ഒരു സംശയം എന്നവൻ പറയുന്നത് കേൾക്കെ അതെന്താടാ എന്ന് തോമസ് ഏട്ടനും. അതിപ്പോ 4 ആങ്ങളമാരുള്ള വീട്ടിലെ പെങ്ങളുട്ടിയാണെന്നാണ് അവളുടെ വിചാരം. അതായത് അവരെയൊക്കെ കാണുന്ന പോലെ തന്നെയാണോ അവൾ എന്നെയും കാണുന്നെന്ന് ഒരു സംശയം തോമസ് ഏട്ടാ. ഇതൊക്കെ കണ്ടിട്ട് എന്റെ തന്തയുണ്ടല്ലോ, എടാ നിന്റെ ഏട്ടനും അനിയന്മാരും കൂടി ചേർന്ന് അവൾക്ക് വേറൊരു ചെറുക്കനെ കണ്ട് കെട്ടിച്ചു വിടുമെന്ന് പറഞ്ഞ് എന്തൊരവസ്ഥയാണെന്നറിയോ. പാവം ഞാനെന്ന് പറഞ്ഞ് സുധീഷ് കരയെ നീ എന്തൊക്കെയാടേ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലെന്ന് തോമസ് ചേട്ടനും. മദ്യപിച്ചു കുഴിഞ്ഞ നാവോടുകൂടി മനസ്സിലായില്ല തോമസ് ചേട്ടാ, ഞങ്ങൾ ഇപ്പോഴും വേറെയാ എന്നവൻ സങ്കടത്തോടെ പറയേ. വേറെന്ന് വെച്ചാ എന്ന് തോമസ് ചേട്ടനും. ഞാൻ ഇപ്പോഴും ചേട്ടന്റെയും അനിയന്മാരുടെയും കൂടെയാ കിടക്കുന്നേ, അവള് വേറെ റൂമിലും എന്നവൻ സങ്കടത്തോടെ പറയേ. അയ്യേ എന്ന് പറഞ്ഞ് താടിക്ക് കൈയും കൊടുത്തിരിക്കുക തോമസ് ചേട്ടൻ. അത് കാണേ കണ്ടില്ലേ, തോമസ് ചേട്ടന് പോലും ഇപ്പൊ എന്നെ പരിഹസിക്കുകയല്ലേ എന്നവൻ ടെൻഷനോടെ ചോദിക്കേ. അല്ല മോനെ, അതിനെന്തെങ്കിലും കാരണമുണ്ടോ? നിനക്കെന്തെങ്കിലും കുഴപ്പം എന്ന് സംശയത്തോടെ തോമസ് ഏട്ടൻ ചോദിക്കേ. തോമസ് ഏട്ടാ, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നവനും പറയുന്നുണ്ട്. പിന്നെ എന്താ എന്ന് തോമസ് ഏട്ടൻ ചോദിക്കേ. അതൊന്നും പറയാൻ പറ്റൂല തോമസ് ഏട്ടാ എന്നവൻ തീർത്ത് പറയേ. മദ്യത്തിനു മുന്നിലും മാതാവിന്റെ മുന്നിലും കള്ളം പറയരുത് സുധീഷേ, നീ എന്തോ മറയ്ക്കുന്നുണ്ട്, അതെന്താണെന്ന് പറ എന്ന് തോമസ് ചേട്ടനും. പറയാം, പക്ഷേ തോമസ് ഏട്ടൻ ആരോടും പറയരുത് എന്ന് സുധീഷ് പറയേ. എടാ ഞാൻ നിന്റെ സ്വന്തം ചേട്ടനെ പോലെയല്ലേ, നീ പറയുന്നു തോമസ് ഏട്ടനും. എന്നാലും ഒരിക്കലും പറയൂലെന്ന് പറ എന്ന് സുധീഷ് പറയേ. ഇല്ലെന്നേ എന്ന് തോമസ് ചേട്ടനും ഉറപ്പ് നൽകുന്നുണ്ട്. അത് കേൾക്കെ അവനും സങ്കടത്തോടെ പറയുന്നുണ്ട്. തോമസ് ഏട്ടാ, എനിക്കും നിധിക്കും ഇടയിൽ നടന്ന കല്യാണം അവള് കല്യാണമാണെന്ന് വിചാരിച്ചിട്ടേ ഇല്ല തോമസ് ഏട്ടാ എന്നവൻ പറയേ. എന്ന് വെച്ചാ നീ അവളെ പ്രേമിച്ചു കിട്ടിയതല്ലേ, അവളുടെ കല്യാണം നടക്കുന്നതിന് മുന്നേ വീട്ടിൽ നിന്ന് ചാടിച്ച് സ്റ്റേഷനിൽ വെച്ച് കല്യാണം കഴിച്ചതല്ലേ എന്ന് തോമസ് ചേട്ടൻ ചോദിക്കേ ഒരു പരുങ്ങലോടെ. അത് നുണയായിരുന്നു തോമസ് ഏട്ടാ, എന്നാലും അതിൽ കുറച്ച് സത്യമൊക്കെ ഉണ്ട്. അവൾക്ക് മാത്രമാണ് ആ കല്യാണമല്ലാത്തത്. എനിക്ക് ശരിക്കും ഒരു കല്യാണം തന്നെയായിരുന്നു എന്ന് സുധീഷ് പറയേ. മനസ്സിലായില്ല എന്ന് സംശയത്തോടെ തോമസ് ഏട്ടൻ. മനസ്സിലായില്ല എന്ന് ചോദിച്ച് ഒരു പെഗ് കൂടി അടിച്ച്. തോമസ് ഏട്ടാ, നിങ്ങൾ എന്നെ നിധിയുടെ വീട്ടിലേക്ക് ഡ്രൈവറായിട്ട് അയച്ചില്ലേ എന്നവൻ ചോദിക്കേ. അതെ, ആ പെണ്ണിന്റെ കല്യാണ കാര്യങ്ങൾ കൊടാൻ എന്ന് തോമസ് ഏട്ടനും. കറക്റ്റ്, പക്ഷേ നിധിക്ക് ആ കല്യാണം ഇഷ്ടമല്ലായിരുന്നു എന്ന അച്ഛനും ചേട്ടനുമാണെങ്കിലോ അവളെ കെട്ടിച്ചേ അടങ്ങൂ എന്നുള്ള വാശിയിലും. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാ തോമസ് ഏട്ടാ അവൾ എന്നോട് സഹായം ചോദിച്ചത്. എനിക്കാണെങ്കിൽ അവളെ കണ്ടപാടെ ഭയങ്കര ഇഷ്ടമായി തോമസ് ഏട്ടാ. തിരുവനന്തപുരത്ത് ജോലി നോക്കാൻ സഹായിക്കാമെന്ന് പറഞ്ഞപ്പോഴേ അവൾ എന്നെ അവിടെ നിന്ന് കടത്തി തരുമെന്ന് ചോദിച്ചപ്പോ ലോട്ടറി അടിച്ച സന്തോഷമായിരുന്നു എനിക്ക്. രാത്രിക്ക് രാത്രി ഞങ്ങൾ അവിടുന്ന് കടന്നു. പാതി വഴിയിലെത്തിയപ്പോ അവളുടെ അച്ഛനും ചേട്ടനും ഞങ്ങളുടെ പിന്നാലെ വന്നു എന്ന് പറഞ്ഞവൻ കല്യാണം നടക്കാനുണ്ടായ സാഹചര്യങ്ങളെല്ലാം വിശദീകരിച്ച്. അങ്ങനെയാണ് തോമസ് ഏട്ടാ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞത് എന്ന് പറഞ്ഞു നിർത്തേ. മഹാപാപി, ഇതെന്താടാ ഇത്രയും കാലം പറയാതിരുന്നത് എന്ന് തോമസ് ഏട്ടനും ചോദിക്കുന്നുണ്ട്. കുറച്ചു കാലം കഴിഞ്ഞ കണ്ടു അടുത്തും അവൾക്ക് എന്നോട് പ്രേമം വരുമെന്ന് ഞാൻ വിചാരിച്ചു തോമസ് ഏട്ടാ. കഴിഞ്ഞ 4 മാസമായി അവളോട് ഞാനിങ്ങനെ അടുക്കാനായി എന്തുമാത്രം ശ്രമിച്ചു എന്നറിയും. ഒരു വിധത്തിൽ ഇങ്ങനെ അടുത്തെത്തിന്ന് വരുമ്പോഴേക്ക് അവൾ അങ്ങ് അകന്നു പോവും. ഞാൻ ആശിച്ച് മോഹിച്ച് അവൾക്കൊരു സ്കൂട്ടർ വാങ്ങിച്ചു കൊടുത്തു. അപ്പൊ അത് പഠിപ്പിക്കാൻ പോലും എന്നെ സമ്മതിച്ചില്ലെന്നേ. പകരം ആ തെണ്ടി നികേഷ് മതിയെന്ന്. തോമസ് ഏട്ടാ, ഇങ്ങനൊരവസ്ഥയിൽ തോമസ് ഏട്ടൻ കൂടി എന്നെ അവഗണിച്ച എനിക്ക് സഹിക്കൂല തോമസ് ഏട്ടാന്ന് പറഞ്ഞ് അവൻ സങ്കടത്തോടെ കരയുകയാ. അങ്ങനെ തോമസ് ഏട്ടൻ മനസ്സറിഞ്ഞ് ചെയ്യൂടാ. ഞാൻ വിചാരിച്ചതേ നീ കല്യാണം കഴിഞ്ഞ് സുഖമായിട്ട് ജീവിക്കാന്നല്ലേ. സ്റ്റേഷനിൽ നിന്നെ ഇറക്കാനായി ആ കുട്ടി വന്നപ്പോ ആ കുട്ടിയുടെ സങ്കടം കണ്ടിട്ട് എനിക്ക് തന്നെ പാവം തോന്നി. സ്വന്തം ഭർത്താവിനോടുള്ള സ്നേഹം കൊണ്ട് അവൾ ഇത്രയും വിഷമിക്കുന്നു എന്നല്ലേ ഞാൻ കരുതിയത് എന്ന് തോമസ് ഏട്ടൻ പറയുന്നത് കേൾക്കെ മണ്ണാൻ കട്ട. അവൾ എന്നെ ഒരു മനുഷ്യനായിട്ട് പോലും പരിഗണിക്കുന്നില്ല. പിന്നെയല്ലേ ഭർത്താവ്, വെറുതെ ഓരോന്ന് പറഞ്ഞ് എന്റെ വായിലിരിക്കുന്നത് കേൾപ്പിക്കല്ലേ തോമസ് ഏട്ട എന്നവൻ ദേഷ്യത്തോടെ പറയേ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിനക്ക് നടന്ന കല്യാണം നിയമപരമായി സാധുവല്ലേ എന്ന് തോമസ് ഏട്ടൻ ചോദിക്കേ. എന്താ സംശയം എന്ന് സുധീഷും. നിന്റെ വീട്ടിലല്ലേ ആ പെണ്ണ് താമസിക്കുന്നത്, ഈ നാട് മുഴുവൻ അത് നിന്റെ ഭാര്യയാണെന്നല്ലേ വിചാരിച്ചിരിക്കുന്നത്, അല്ലെന്നവൾ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ തോമസ് ഏട്ടൻ ചോദിക്കേ. അല്ലെന്ന് പറഞ്ഞ് അത് മാത്രമല്ല പലരോടും അവൾ സുധീഷിന്റെ ഭാര്യയാണെന്ന് പറഞ്ഞിട്ടുമുണ്ടെന്ന് സുധീഷും. എടാ നിന്നോട് ഇഷ്ടമില്ലാതെ അങ്ങനെ പറയൂടാ, ആ കുട്ടിക്ക് നിന്നെ ശരിക്കും ഇഷ്ടാടാ സുധീഷേ. അത് തിരിച്ചറിഞ്ഞ് നീ പെരുമാറാത്തതാ കുഴപ്പം. എന്തായാലും കല്യാണം കഴിഞ്ഞതല്ലേ, ഇനി അവളുടെ ഭർത്താവായി ജീവിക്കാൻ ശ്രമിക്കേ എന്ന് തോമസ് ഏട്ടൻ പറയേ. അതിന് എന്നെ അവൾ അങ്ങനെ കാണണ്ടേ എന്ന് സങ്കടത്തോടെ സുധീഷും. അവിടെയാണ് നിനക്ക് തെറ്റിയത് മോനെ. പെണ്ണുങ്ങൾ അങ്ങനെ എല്ലാം തുറന്നു പറയില്ല. ചില കാര്യങ്ങൾ ആണുങ്ങൾ അറിഞ്ഞ് മനസ്സിലാക്കി പ്രവർത്തിക്കണം. പോലീസ് സ്റ്റേഷനിൽ നിന്ന് നിന്നെ പുറത്തിറങ്ങാനായിട്ട് അവൾ എത്രമാത്രം സങ്കടപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം. നിന്നെ ഭർത്താവായി കാണുന്നില്ലെങ്കിൽ പിന്നെ എന്തിനവൾ സങ്കടപ്പെടണം? നിന്റെ ചേട്ടനോടും അനിയന്മാരോടും പെരുമാറുന്ന പോലെയാണോ നിന്നോട് പെരുമാറുന്നത്? പറ എന്ന് തോമസ് ചേട്ടൻ ചോദിക്കേ. അല്ലെന്ന് സുധീഷും തലകുലുക്കുകയാണ്. അവരോടുള്ള അടുപ്പം അവൾ നിന്നോട് കാണിക്കാത്തതിന്റെ കാരണം അത് മറ്റൊരു തരത്തിലുള്ള അടുപ്പമായതുകൊണ്ടാ
എന്ന് തോമസ് ചേട്ടൻ പറയേ സുധീഷ് നിധിയുമൊത്തുള്ള സ്നേഹ നിമിഷങ്ങളെല്ലാം ഓർത്തെടുക്കുകയാണ്. ആലോചനയോടെ ഇരിക്കുന്ന അവനെ കണ്ട് ഞാൻ പറയുന്നത് നീ കേൾക്കുന്നുണ്ടോ എന്ന് തോമസ് ചേട്ടൻ ചോദിക്കേ പറ എന്ന് സുധീഷും. ആ അടുപ്പം മനസ്സിലാക്കി തിരിച്ചു പെരുമാറാൻ പഠിക്കണം. അവൾ അതും പ്രതീക്ഷിച്ച കാത്തിരിക്കുന്നതെങ്കിലോ എന്ന് തോമസ് ചേട്ടൻ ചോദിക്കേ എന്ന് വെച്ചാ എന്ന് സുധീഷും. എടാ എന്ന് വെച്ചാ നേരെ കയറി ചെന്ന് ഞാൻ നിന്റെ ഭർത്താവാണ്, ഇനി ആ രീതിയിലെ പെരുമാറാൻ പറ്റുമെന്ന് നീ തുറന്നങ്ങ് പറ. അങ്ങനെ അധികാരത്തോടെ സ്നേഹം കാണിക്കുന്നവരെ അവർക്ക് വലിയ ഇഷ്ടമായിരിക്കും. നീ ആ അധികാരം കാണിക്കാനാണ് അവൾ കാത്തിരിക്കുന്നതെങ്കിലോ എന്ന് തോമസ് ചേട്ടന്റെ ചോദ്യങ്ങൾക്ക് ഒരു പെഗ് കൂടി അടിച്ച് അങ്ങനെയാണല്ലേ എന്ന് സുധീഷും ചോദിക്കുക. അതെ സുധീഷേ, നീ അത് കാണിക്കാതെ മടിച്ച് നിന്നാ നിന്നെ കൊണ്ട് ഒന്നും കഴിയാത്തവനാണെന്ന് അവർക്ക് തോന്നും. സുധീഷേ, നിന്റെ ഭാര്യ ജോലിക്ക് പോവാൻ തുടങ്ങി. അവിടെ നിന്നെ പോലുള്ള ആൺപിള്ളേരുണ്ടാവും. അവര് സംസാരിച്ച് അടുക്കാൻ തുടങ്ങും. നീ ഇല്ലാത്ത ഗ്യാപ്പിൽ അവർ കയറിപ്പറ്റിയ അപ്പൊ വിഷമിച്ചിട്ട് കാര്യമില്ല മോനെ എന്ന് തോമസ് ചേട്ടൻ പറയെ സുധീഷും ആലോചനയോടെ ഒരു പെഗ് കൂടി അടിക്കുക. പിന്നീട് അവൻ മദ്യപിച്ച് ലക്കുകെട്ട് ആടിക്കുഴഞ്ഞ് വീട്ടിലേക്ക് എത്തുകയാ. അവൻ ഉമ്മറത്തേക്ക് കയറി വാതിൽക്ക് ചെന്ന് നോക്കേ തളത്തിൽ കിടന്നിറങ്ങുന്ന സുഭാഷ് ചേട്ടനെയും അനിയന്മാരെയും കാണുന്നുണ്ട്. ഒരു നിമിഷം അവരെ നോക്കി നിന്ന് ചിരിയോടെ കണ്ണീർ കായലിൽ ഏതോ കടലാസിന്റെ തോണി എന്ന് പാട്ടും പാടിക്കൊണ്ട് അവൻ പടിക്കെട്ടിലേക്ക് വന്നിരിക്കുക. ഉമ്മറത്ത് കിടക്കുകയായിരുന്ന അച്ഛനും ആ പാട്ട് കേട്ടുണർന്ന് അവിടെ ഇരിക്കുന്ന സുധീഷിനെ കണ്ട് നീയോ പോക്ക് കണ്ടപ്പോ നീ കാശിക്ക് പോയി സന്യാസം സ്വീകരിക്കുമെന്നാ ഞാൻ കരുതിയത്. ഇത്രയും വേഗം തിരിച്ചു വന്നോ എന്ന് അച്ഛൻ ചോദിക്കേ ദേ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കാതെ പോകുന്നുണ്ടോ എന്ന് കുഴഞ്ഞ നാവോടെ സുധീഷ് ചോദിക്കുന്നുണ്ട്. അതുകൾക്ക് ആഹാ കുടിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ച് അച്ഛനും കട്ടിലിൽ എഴുന്നേറ്റിരിക്കുക. അതെ എന്ന് അവൻ പറയെ അപ്പൊ നീയും എന്റെ പാതയിലേക്ക് തന്നെ തിരിച്ചു. ഓ സന്തോഷം, പുത്രന്മാരിൽ ഒരാളെങ്കിലും എന്റെ കാലടി പിന്തുടരാനുണ്ടല്ലോ. ശ്രീ പത്മനാഭ നിനക്ക് നന്ദി എന്ന് ഭാസ്കരൻ പ്രാർത്ഥിക്കുക. പിന്നീട് അദ്ദേഹം അവന്റെ അടുത്തേക്ക് നടന്നു ചെന്ന് എടാ മോനെ, നിന്നെ കാണുമ്പോ എനിക്ക് ശരിക്കും സഹതാപമുണ്ടെന്ന് പറയേ. സുധീഷും കൈകൂപ്പി അയ്യോ നിങ്ങളുടെ സഹതാപമൊന്നും എനിക്ക് വേണ്ടേ, സ്വന്തം കാര്യം നോക്കി അവിടെങ്ങാനും പോയി ഇരി എന്ന് അവനും പറയുക. അതുകൾക്ക് അച്ഛനും അവന്റെ അരികിലേക്ക് ഇരുന്ന് ഒരച്ഛനെന്ന നിലയിൽ മക്കളുടെ ജീവിതത്തെക്കുറിച്ച് ആലോചിക്കേണ്ടതും എന്റെ സ്വന്തം കാര്യം തന്നെയല്ലേടാ മോനെ. നീയും ആ കുട്ടിയും ഒരുമിച്ചൊരു ജീവിതം ജീവിച്ചു തീർക്കാന്നുള്ളത് എന്റെ ഒരു ആഗ്രഹമാ. എന്നോളം ആ ആഗ്രഹം ഈ വീട്ടിലുള്ള ആർക്കുമില്ല. കാരണം എന്താന്നോ, അവരൊക്കെ കരുതുന്നത് ഒരു കൂടപ്പിറപ്പിനെ കൂടി അവർക്ക് ദത്തായി കിട്ടിയെന്ന. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം നിധി ഈ വീട്ടിലുണ്ടായാൽ മതി. നിന്റെ ഭാര്യയായിട്ടുണ്ടാവണമെന്ന് അവർക്കൊരു നിർബന്ധവുമില്ല. അവള് നിന്റെ ഭാര്യയാ, നീ പറയുന്നത് കേട്ടും അനുസരിച്ചും ജീവിക്കണം. തിരിച്ചു നീയും അങ്ങനെ തന്നെ വേണം. അപ്പോഴാ ഭാര്യ ഭർത്തൃ ബന്ധത്തിന് ഒരു ഹാർമണി ഉണ്ടാവും. അതുവരെ ചേട്ടനും അനിയന്മാരും പറയുന്നതൊക്കെ അവള് പറയുന്നതൊക്കെ അവന്മാരും അനുസരിക്കും. ഇതൊന്നും വേണ്ടെന്നല്ല, നല്ലത് തന്നെയാ. കുടുംബത്തിലെ മൊത്തത്തിലൊരു ഒത്തൊരുമയും സന്തോഷവും ഒക്കെ ഉണ്ട്. പക്ഷേ നിന്റെ ജീവിതം ടോട്ടലി വേസ്റ്റ് എന്നച്ഛൻ പറയേ. എന്തിനാ അത് വീണ്ടും വീണ്ടും പറയുന്നേ, അതറിയാവുന്നുണ്ടല്ലേ ഞാൻ ഇങ്ങനെയായതെന്ന് സുധീഷും ചോദിക്കുന്നുണ്ട്. അത് കേൾക്കെ അച്ഛനും സുധീഷിനെ ചേർത്ത് പിടിച്ച് എടാ മോനെ, ഈ നാട്ടിലെല്ലാവരും പരസ്പരം ഇഷ്ടപ്പെട്ടാണോ കല്യാണം കഴിക്കുന്നത്? അല്ല, വീട്ടുകാർ കണ്ടുപിടിച്ചു നടത്തുന്ന കല്യാണം കുറച്ചു നാൾ കഴിയുമ്പോൾ തമ്മിൽ ചേരതാവുന്നില്ലേ? എന്നിട്ട് അവരെല്ലാവരും പിരിയാണോ ചെയ്യുന്നത്? പോകെ പോകെ പരസ്പരം ഇഷ്ടമാവുമെന്ന് കരുതി അങ്ങ് ജീവിക്കും. അതിന്റെ ഇടയിൽ കുഞ്ഞുകുട്ടി പരാധീനങ്ങളൊക്കെ ആവുമ്പോ ഇഷ്ടപ്പെടാതെ അങ്ങ് നിവൃത്തിയില്ലെന്നാവും. തമ്മിൽ അടിയായാലും വഴക്കായാലും ജീവിതം അങ്ങ് മുമ്പോട്ട് പോകും. പിന്നെ കുട്ടികളൊക്കെ വലുതാവുമ്പോ എത്ര അടിയുണ്ടാക്കിയാലും പരസ്പരം പിരിയാൻ പറ്റാതാവും. എടാ മോനെ, ഭാര്യയും ഭർത്താവും ശരിക്കും ജീവിച്ചു തുടങ്ങുന്നതേ 50 വയസ്സ് കഴിയുമ്പോഴാ. രണ്ടുപേരുടെ അകവും പുറവും ഒക്കെ ശരിക്കും മനസ്സിലാക്കി കഴിയുമ്പോ ആ അവസ്ഥയിലെത്താനുള്ള സമയമുണ്ടല്ലോ. ആ സമയത്താണ് കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നതും കുഞ്ഞുങ്ങളെ വളർത്തുന്നതുമൊക്കെ. ഭാര്യയും ഭർത്താവും ശരിക്കും മനസ്സിലാക്കുന്നതും ഇങ്ങനെയുള്ള അവസ്ഥകളിലൂടെ ജീവിച്ചു പോകുമ്പോഴാ. അല്ലാതെ ഒരാള് തളത്തിലും മറ്റൊരാള് മുറിയിലും കിടന്നിട്ടല്ല. പറയാനുള്ളത് ഞാൻ പറഞ്ഞു, ഇനിയൊക്കെ നിന്റെ ഇഷ്ടം എന്ന് പറഞ്ഞ് അച്ഛൻ അവിടെ നിന്ന് എഴുന്നേറ്റ് കട്ടിലേക്ക് ചെന്ന് കിടക്കുകയാ. അച്ഛന്റെ ഉപദേശത്തിൽ ഇൻസ്പയർഡായി സുധീഷും എന്തോ മനസ്സിൽ തീരുമാനിച്ചുറപ്പിച്ച് അവിടെ നിന്ന് എഴുന്നേറ്റ് തളത്തിലേക്ക് ചെന്ന് ഉറങ്ങിക്കിടക്കുന്ന സുഭാഷേട്ടനെയും അനിയന്മാരെയും ഒരു നിമിഷം നോക്കി നിന്ന് നിധിയുടെ റൂമിനരികിലേക്ക് ചെന്നു നിന്ന് അവൾ തന്നെ ചീത്ത വിളിച്ച കാര്യങ്ങളെല്ലാം ഓർത്തെടുക്കുക. തനിക്ക് വിവരമുണ്ടോ? പോത്തുപോലെ വളർന്നല്ലോ. ഒരാൾ ജോലി എടുക്കുന്ന സ്ഥലത്ത് വന്ന് എങ്ങനെയാണോ പെരുമാറേണ്ടത്, ഏതാണ് സ്ഥലമെന്ന് പോലും മനസ്സിലാക്കാതെ എവിടെയും ചെന്നുകയറി റൗഡിത്തരം കാണിക്കാമെന്നാണോ വിചാരം? ഒന്നാമതായി സാർ എന്നെയല്ല ചീത്ത വിളിച്ചത്. ഇനി അഥവാ എന്നെയാണ് ചീത്ത വിളിച്ചതെങ്കിലും അവിടെ വന്ന് ചോദിക്കാൻ തനിക്ക് യാതൊരു അവകാശവുമില്ല. കയറി വന്ന് നിധിയെ ആരാ ചീത്ത വിളിച്ചതെന്ന് ചോദിക്കാൻ വന്നിരിക്കുന്നു. അതിനാരാ നിങ്ങളെ എന്ന നിധിയുടെ വാക്കുകളൊക്കെ അവന് ദേഷ്യം ഇരച്ചു കയറുകയാ. ദേഷ്യത്തോടെ നിധിയുടെ റൂമിന് മുന്നിൽ നിൽക്കുന്ന സുധീഷിനെ കാണിക്കുന്നിടത്താണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. സുധീഷ് നിധിയുടെ റൂമിലേക്ക് കയറി അവളുടെ കൂടെ കട്ടിലിൽ ഒരുമിച്ച് കിടക്കുന്നതും അവനെ കണ്ട് നിധി ബഹളമുണ്ടാക്കുന്നതും അവളുടെ ഭർത്താവാണെന്ന അധികാരം സുധീഷ് ഉറപ്പിക്കാൻ ശ്രമിക്കുന്നതുമെല്ലാമാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.